അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ വിഷയം ഭാര്യമാർ ഭർത്താക്കന്മാർക്കിടയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് പല ക്ലാസ്സിലും പറയാറുണ്ട്. എന്നാൽ ഭർത്താവ് ഒരിക്കലും ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത, ഭാര്യയോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഭാര്യമാരോട് ഭർത്താക്കന്മാർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒന്നാമതായിട്ട് പറയുന്നത്, ഒരിക്കലും ഭർത്താവ് ഭാര്യയെ ഫാറ്റി എന്ന് വിളിക്കരുത്. അല്ലെങ്കിൽ ശരീരത്തെ നാണം കെടുത്തുന്ന രീതിയിൽ തടിച്ചി, പൊണ്ണത്തി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ശരീരത്തെ കുറിച്ച് ഇങ്ങനെ ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഭാര്യയോട് ഒരിക്കലും സംസാരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യയുടെ തടിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയെക്കുറിച്ച് ഒക്കെ ഭാര്യയെ നാണം കെടുത്തുന്ന രീതിയിൽ ഭാര്യയോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭാര്യയെ ഇങ്ങനെ കളിയാക്കും. ഇത് ഭാര്യയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ശരീരത്തെ നാണം കെടുത്തുന്ന രീതിയിൽ അവളെ വിളിക്കാൻ പാടില്ല, അവളോട് സംസാരിക്കാൻ പാടില്ല എന്ന്. ഇനി അടുത്തതായിട്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ ഉമ്മയുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും പാചക കഴിവുകളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. വിവാഹത്തിന് മുമ്പ് നമ്മുടെ ഉമ്മ നമുക്ക് പല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്നേക്കാം. അപ്പോൾ ചിലപ്പോൾ ഭാര്യ ഉണ്ടാക്കുന്നത് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കുറവുകളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മുടെ ഉമ്മയുടെ മുമ്പിൽ വെച്ച് ഭാര്യയുടെ പാചകത്തെക്കുറിച്ച് ഞാൻ മോശമായി ഒരിക്കലും പറയാൻ പാടില്ല. ഉമ്മയുടെ മുന്നിൽ എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളുടെ മുന്നിലായാലും, നമ്മുടെ ബന്ധുക്കളുടെ, കുടുംബക്കാരുടെ, വീട്ടിലുള്ള മറ്റുള്ളവരുടെ ആരുടെ മുമ്പിലായാലും നമ്മുടെ ഭാര്യയുടെ പാചകത്തെക്കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരോട് മറ്റുള്ളവർക്കിടയിൽ നിന്നും സംസാരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് പാചകം ഒന്നുകൂടെ ഭാര്യയുടെ പാചകം ഒന്നുകൂടെ ഉഷാറാക്കണം, അവളെ ഒന്ന് ഉപദേശിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രഹസ്യമായിട്ട് ഭാര്യയോട് ഉപദേശിച്ചു കൊടുക്കുക, ഭാര്യയോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് എന്നൊക്കെ രഹസ്യമായിട്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭാര്യയ്ക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ഭാര്യയോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത്, നീ ദിവസം മുഴുവൻ എന്താണ് ചെയ്തതെന്ന് ഒരിക്കലും ഭാര്യയോട് പറയരുത്. ദിവസം മുഴുവൻ എന്താണ് ചെയ്തതെന്ന് ഒരിക്കലും ഭാര്യയോട് പറയാൻ പാടില്ല. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഒരു ദിവസം മുഴുവൻ എന്താണ് ചെയ്തത്, ഉദാഹരണമായിട്ട് ആ ഒരു ദിവസം മുഴുവൻ, അതായത് ഭാര്യയെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്കും വേണ്ടി എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തു കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ ഭാര്യയോട് എടുത്ത് വീണ്ടും ഇങ്ങനെ പറയുക. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താണ്, ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ, ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്ത നല്ല നല്ല കാര്യങ്ങൾ, അത് ഭാര്യയോട് വീണ്ടും ആ ദിവസം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറയുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യയുടെ കുടുംബത്തെയും അനാദരിക്കരുത്. അതായത് ഭാര്യയുടെ കുടുംബക്കാരെക്കുറിച്ച് ഭാര്യയോട് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കുറ്റം പറയുക, ഭാര്യയുടെ വീട്ടുകാരെക്കുറിച്ച് ഭാര്യയോട് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കുറ്റം പറയുക, അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഭർത്താവ് എന്ത് ചെയ്യുക, ഭാര്യയുടെ കുടുംബക്കാരെ കുറ്റപ്പെടുത്തുന്ന, ഭാര്യയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഭാര്യയോട് ഇടയ്ക്കിങ്ങനെ സംസാരിക്കുക. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യരുത്. അത് ഭാര്യയ്ക്ക് വളരെയേറെ വിഷമമുണ്ടാക്കും. നിങ്ങൾ ഒരിക്കലും അവരെ ഇങ്ങനെ വെറുതെ, ഭാര്യ നിങ്ങളുടെ അടുത്താണ് നിൽക്കുന്നത്, നിങ്ങൾ അവളെയാണ് നോക്കേണ്ടത്, അവളെയാണ് സ്നേഹിക്കേണ്ടത്, മറ്റുള്ളവർക്കും ബഹുമാനം കൊടുക്കണം. അതുകൊണ്ട് മറ്റുള്ളവരിൽ എന്തെങ്കിലും പാകപ്പിയവുകളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഭാര്യയോട് ഇങ്ങനെ അവരെ കുറ്റപ്പെടുത്തി വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് ഭാര്യയ്ക്ക് വലിയ ഒരു വിഷമമുണ്ടാക്കും. അപ്പോൾ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഭാര്യയ്ക്കിടയിൽ ശ്രദ്ധിക്കേണ്ടത്, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഹൈറും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ എല്ലാ നിലക്കും സന്തോഷം പ്രദാനം ചെയ്യട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ക്ലാസ്സുകളെ അതുപോലെ തന്നെ നമ്മുടെ അറിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ദുആകൾ എല്ലാം പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആക്കൊക്കെ ഉത്തരം നൽകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.